ഹലോ കൂട്ടുകാരെ, ഇന്ന് സോയാബീൻ കറി വെച്ചാലോ. സോയാബീൻ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം, ഉപ്പിട്ടിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണം. അത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. എന്നാൽ അതിലൊരു ചൊവ മാറിക്കിട്ടും. അല്ലെങ്കിലൊരു വല്ലാത്തൊരു ചൊവയായിരിക്കും. എനിക്കതിഷ്ടമല്ല. അങ്ങനെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച സോയാബീനിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക്, ഗരം മസാല ഇട്ട് നല്ലപോലെ തിരുമ്മി എടുക്കുക. എന്നിട്ട് ഉരുളി ചൂടായ ശേഷം അതിലേക്ക് എണ്ണയൊഴിച്ച് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ വെളുത്തുള്ളിയേ ഉള്ളൂ, ഇഞ്ചി വാങ്ങിയില്ല. ഇഞ്ചി വാങ്ങണം. എന്നിട്ട് അരിഞ്ഞു വെച്ച സവോളയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇടുക. തക്കാളിയും വഴറ്റിയെടുക്കുക. കുറച്ച് കരിവേപ്പില കീറിയിടുക. എന്നിട്ട് നമ്മുടെ പൊടികളായ മഞ്ഞൾ, മുളക്, മല്ലി, ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് പാകത്തിനുള്ള ചാറാക്കി വെള്ളം എടുത്തിട്ട് വെള്ളം തിളച്ച ശേഷം നമ്മൾ പുരട്ടി വെച്ച സോയാബീൻ അതിലേക്കിട്ടിട്ട് അടച്ച് നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറായ ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ പാകത്തിനിട്ടാൽ നമ്മുടെ സോയാബീൻ കറി റെഡിയാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.